പരിശുദ്ധ അമ്മയിൽ വലിയ നമ്മളെ നയിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട അമ്മ എല്ലാവിധത്തിലും നമ്മളെ നയിക്കും. അമ്മയാണ് നമ്മളെ നയിക്കേണ്ടത്. ഈ ജപമാല ആരംഭിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് സൈന്യാധിപതി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ അതിശക്തമായ വിധത്തിൽ അമ്മയാണ് പ്രത്യേകമായിട്ട് സ്വർഗരാജ്ഞിയായിട്ട് കൊണ്ടുധരിപ്പിക്കപ്പെട്ട അമ്മയുടെ ആ വലിയ ശക്തിയെ, അമ്മയിലൂടെ ലോകത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന സാത്താൻ്റെ തല തകർക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ പൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ ശക്തി, പൗരോഹിത്യത്തിൽ ദൈവമേ ശുശ്രൂഷ പുരോഹിതർക്ക് നൽകപ്പെട്ടിട്ട് അതിലെ ശക്തമായ വലിയ ശക്തി അവർക്ക് തന്നെ ബോധ്യപ്പെടട്ടെ. ഓരോ പുരോഹിതനും തിന്മകളെ ദൈവമേ നിർവീര്യമാക്കുവാനായിട്ട് കെൽപ്പുള്ളവനാണ്. ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരെല്ലാം അഭിഷിക്തിയുടെ അഭിഷേകം നിറവോടെ കൂടി ആകെ തീരുവാൻ വേണ്ടി പുരോഹിതരുടെ രാജ്ഞിയാണ് അവൾ. നമ്മുടെ എല്ലാവരുടെയും രാജ്ഞിയാണ്. പ്രത്യേകമാണ് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഈ ദിവികാട് മരിഭവനത്തെ അഭിഷേകം നിറഞ്ഞത് ഒരു ആലയമാക്കി, ഒരു ധ്യാനകേന്ദ്രമാക്കി ഉയർത്തുവാൻ വേണ്ടി ഈ 8 വർഷം പൂർത്തിയാക്കി 9ാം വർഷത്തെ പ്രവേശിക്കുമ്പോൾ ശക്തമാണ് ശുശ്രൂഷകൾ എല്ലാവരും അഭിഷേകം പ്രാപിക്കട്ടെ. ഇന്ന് വചനം നൽകാൻ വരുന്ന സോനു അച്ഛനെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ശുശ്രൂഷകളെ എല്ലാവരെയും ഈ ആലയവും നമ്മൾ വാങ്ങുവാനിരിക്കുന്ന സ്ഥലത്ത് തീർക്കപ്പെടേണ്ടതായ ആലയവും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാറി പരിശുദ്ധ അമ്മയിലുള്ളതായ വലിയ പ്രത്യാശ സ്തുതിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അമ്മയോട് കൂടെ ജോലിക്കും നമ്മൾ ജയിക്കും.
ആരാധിക്കുമ്പോൾ കണ്ണീരം നീങ്ങിപ്പോകുമേ. കന്യകയൊപ്പം ആരാധിക്കുമ്പോൾ അമ്മയമ്മ തായേ അമ്മയ്ക്കേക മകൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അമ്മയമ്മ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരുന്ന സർവേശ്വര കർത്താവേ, നീച മനുഷ്യരും നന്ദികരും പാപികളുമായ അടിയങ്ങളെ അറിയില്ലാത്ത മഹിമപ്രതാപങ്ങളുടെ അവിടുത്തെ സന്നിധി ജപം ചെയ്യാൻ യോഗ്യതയില്ലാത്തരാകുന്നവങ്ങളിൽ നിന്റെ അനന്തമായ ദൈവമേ, ശരണം പ്രാപിച്ചുടമേ സത്യമാതാനും സ്തുതിക്കായി ജപമാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടെയും പരവിചാരം കൂടാതെ ജീവൻ കർത്താവേ, അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രകാശത്തിന്റെ ദിവരേശം, ഒന്നാം ദിവരേശം. ഈശോ ജോർദാൻ നദി വെച്ച മാമോദീസ സ്വീകരിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. പാപിയല്ലാതിരുന്നു എങ്കിലും പാപികളോടുകൂടെ ക്യൂവിൽ നിന്നു. പാപിയല്ലാതിരുന്നു, പാപികളുടെ ക്യൂവിൽ നിന്നു. എല്ലാവരോടും ചേർന്ന് നിന്നു. എല്ലാവരുടെയും പാപങ്ങൾ അവൻ ഒപ്പിയെടുക്കുകയാണ്. ഇതാ അങ്ങനെ ഒപ്പിയെടുത്തവന്റെ ശിരസിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. അവന്റെ മേലാണ് ദൈവത്തിന്റെ വലിയ ശക്തിയായ അനുഗ്രഹം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു. ഈശോയോട് ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ നമ്മുടെ പാപക്കറകളിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് കുമ്പസാരം എന്ന കുദാശയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപക്കറകളൊക്കെ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ പുരോഹിതന്റെ ആശീർവാദത്താൽ തിരുസഭയുടെ ആശീർവാദത്താൽ കറകൾ കഴുകപ്പെടുന്നു. ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അനുഗ്രഹിച്ച ദൈവപിതാവ്, അവന്റെ പിതാവ് അനുഗ്രഹിച്ചത് ദൈവപിതാവിന് അനുഗ്രഹമായിരുന്നു. ഇതാ ഇന്ന് കുമ്പസാരം എന്ന കുദാശ നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുക. എല്ലാ തിന്മകളിലും വിടുതലുണ്ടാകട്ടെ. ഏതൊക്കെ കുടുംബത്തിൽ ഏതൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അതിനൊക്കെ വിടുതൽ, അതിന് കാരണമായ ദുഷ്ടാരൂപി അവരിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. ഈ ജപമാല ചെല്ലുമ്പോൾ നമുക്ക് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മാമോദീസ യോഹന്നാന് മുൻപിൽ നടക്കുന്ന മാമോദീസായിൽ ഈശോയെന്ന് കാണാം. നമ്മളെ സ്വീകരിക്കുകയാണ്. നമ്മൾ ഓർക്കുക, നമ്മൾ എത്രമാത്രം പാപം ചെയ്തവരാണെങ്കിലും കുമ്പസാരം എന്ന കുദാശയിലൂടെ പാപമോചനത്തിന് വേണ്ടി അനുതാപത്തിന്റെ ഹൃദയത്തോടെ അണയുമ്പോൾ പാപങ്ങളെല്ലാം എന്നേക്കുമായി കഴുകപ്പെടും. ഒരിക്കലും കർത്താവ് അതിനെ ഓർത്തിരിക്കുകയില്ല. പാപം അനുതപിച്ച് കുമ്പസാരിച്ച പാപങ്ങൾ ഒരിക്കലും ഓർത്തിരിക്കുകയില്ല. ഞാനത് ചെയ്തു പോയല്ലോ, ഞാൻ അപ്രകാരം ഒരു വലിയ ഗൗരവ പാപം ചെയ്തു പോയല്ലോ, എന്നോട് ശിക്ഷിക്കുമോ? ഇല്ല മക്കളെ, ഇല്ല. ദൈവം ശിക്ഷിക്കുകയില്ല, ദൈവം രക്ഷിക്കും. ശിക്ഷിക്കുകയില്ല, രക്ഷിക്കും. അനുതാപത്തോടുകൂടി നമ്മൾ പാപക്കറകളെല്ലാം കഴുകപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം കർത്താവിനോടുകൂടെ ആ സ്നാനം സ്വീകരിക്കട്ടെ. ആ കുമ്പസാരം എന്ന രീതിയിൽ മാമോദീസ സ്വീകരിച്ച നമുക്ക് വീണ്ടും കുമ്പസാരത്തിലൂടെ ആ കുദാശ നമ്മളുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ ആ മാമോദീസയുടെ തുടർന്നുള്ളതായി കുമ്പസാരം എന്ന കുദാശയുടെ വിശദീകരിക്കപ്പെടട്ടെ. ഇവിടെ വന്നിരിക്കുന്നവർ പാപമില്ലാത്ത അവസ്ഥയിൽ ഈ ആരാധനയെ സംബന്ധിക്കുവാൻ, കുർബാനയെ സംബന്ധിക്കാൻ ഇടയാകട്ടെ. എല്ലാവരുടെയും നിയോഗങ്ങൾ എഴുതി വെച്ചതാകട്ടെ, എഴുതി വായിക്കാനുള്ളതാകട്ടെ, ബലിപീഠത്തിൽ തുടർന്ന് കൊണ്ടുവന്നതാകട്ടെ, എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് ഈശോയോട് ചേർന്ന് നിന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്ന് പറഞ്ഞവരെ സ്വസ്ഥീകരണമാകട്ടെ. സ്ത്രീകളുടെ കന്യകപ്പെട്ടവളാകുന്നു, അങ്ങനെ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മറിയമേ, സ്വസ്ഥീകരണമാകട്ടെ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങനെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും
മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. പരിശുദ്ധൈവമാരുടെ രാജ്ഞിയും വിശുദ്ധ പരമദിവ്യകാരണത്തിന് രക്തത്താലെഴുതിയ പത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാനെന്റെ ഈ സ്നേഹ സമ്മാനം. രക്തത്താലെഴുതിയ പത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാനെന്റെ ഈ സ്നേഹ സമ്മാനം. എന്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എന്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. രണ്ടാം ഉപദേശം. ഈശോ കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. നമ്മൾ അമ്മയെ ആദരിക്കുന്നു. അമ്മയെ കാനായിലെ കല്യാണ വിരുന്ന് നടന്ന കുടുംബം ആദരിച്ചു. അവളെ കല്യാണ വിരുന്നിന് ക്ഷണിച്ചു. കാലയെ കൊണ്ട് തന്നെ ഈശോയെയും അവളുടെ പുത്രനായ ഈശോയെയും ഈശോയുടെ ശിഷ്യഗണം മുഴുവനെയും ക്ഷണിച്ചു. അതെ, സഭ മുഴുവൻ അവിടെയുണ്ട്. അമ്മയുണ്ട്, ഈശോ ഉണ്ട്, അപ്പസ്തോലന്മാരുണ്ട്. ഇതാ ഇവിടെയും ഈശോ ഉണ്ട്. ഈശോയുടെ ദൈവമേ മാതാവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അപ്പസ്തലന്മാരുടെ പിൻഗാമികളായ രൂപതാധ്യക്ഷന്മാരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പുരോഹിതന്മാർ, അപ്പസ്തലന്മാരുടെ പിൻഗാമികളായ രൂപതാധ്യക്ഷന്മാരുടെ അംഗീകാരത്തോടെ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ സാന്നിധ്യമുണ്ട്. മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന കുടുംബജീവിതക്കാരെയും കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടേണ്ടവരായ യുവത്വത്തിൽ വിവാഹപ്രായമായവരും വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നവരുമായവർക്ക് വിവാഹം നടക്കണം. ആ നിയോഗത്തോടുകൂടി നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയ്ക്ക് നിയോഗം തന്ന കുടുംബത്തെയും ഈ ഇവിടെ വന്നിരിക്കുന്നവരുടെ വൈവാഹിക ജീവിതത്തിൽ മക്കളില്ലാത്തവർക്ക് ആ കൃപ, മകനെ അവർക്ക് വേങ്ങില്ല, മകനെ അവർക്ക് മക്കളില്ല, മകനെ അവരുടെ വിവാഹം നടന്നിട്ടില്ല, മകനെ അവരുടെ വിവാഹം നടന്നിട്ടില്ല, വിവാഹം അടിച്ചയക്കുവാൻ ആ കുടുംബത്തിന് പണമില്ല, അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യമില്ല. ഇല്ലായ്മകളെ പരിഹരിക്കുന്ന ഈശോ ഇവിടെയുണ്ട്.
എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നവൻ ഈശോയുടെ പ്രവർത്തനം ഇവിടെ നടക്കും. അവൻ പ്രവർത്തിക്കും. സ്ത്രീയെ എനിക്കും നിനക്കും എന്തേ എന്നൊക്കെ ചോദിച്ചത് വരാം. നമ്മുടെ കുറവുകൾ, പരാന്മകൾ അമ്മ പറയും. അവൻ പറയുന്നത് ചെയ്യൂ. അവൻ പറയുന്നതാണ്. ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് മാലാഖായിലൂടെ മറിയത്തിന് നൽകപ്പെട്ടതായ വചനം ഇവിടെ ഉച്ചരിക്കപ്പെടുമ്പോൾ പിതാവ് ഇവിടെ അംഗീകരിക്കപ്പെടുകയാണ്. ഹൃദയത്തിലും മനസ്സിലും കുടുംബത്തിലും ഈ പ്രപഞ്ചം മുഴുവനിലേക്ക് ഒരു കൊള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ചെറിയ കല്ലാണെങ്കിലും വലിയ കല്ലാണെങ്കിലും അതിൻ്റെ തിരമാല ഓളം ആ കുളം മുഴുവൻ ഉണ്ടാകും. കുറേ നേരത്തേക്ക് അതുണ്ടാകും. നമുക്ക് നിന്നാൽ നമുക്കത് കാണാൻ സാധിക്കും. എങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് ജപമാലയുടെ വചനം നമ്മൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ പിതാവായ ദൈവത്തിന്റെ അധരത്തിൽ പ്രഘോഷിക്കപ്പെട്ടതാകട്ടെ, പരിശുദ്ധാത്മാവിനാൽ എലീശോയുടെ അധരത്തിലൂടെ പ്രഘോഷിക്കപ്പെട്ടതാകട്ടെ, ഈശോ തന്റെ അധരത്തിലൂടെ പ്രഘോഷിച്ചതായ സ്വർഗസ്വനായ പിതാവാകട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ വചനമാകട്ടെ, അത് പ്രഘോഷിക്കപ്പെടുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അത് ചലിപ്പിക്കും. തിന്മകളെ മുഴുവൻ കുടഞ്ഞുകളയും. തിന്മകൾ നമ്മുടെ കുടുംബത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരുടെ ജീവിതത്തിലെ തിന്മകളെ മുഴുവൻ എടുത്ത് കുടഞ്ഞ് അത് നീക്കം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അരൂപിയുടെ അഭിഷേകത്താൽ നിറയും. വെള്ളത്തുള്ളികളെ കുടഞ്ഞു കളഞ്ഞ് അത് വസ്ത്രം ഉണക്കുന്നത് പോലെ, അത് അഭിഷേകമുള്ളതാക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഈ വചനം ഇവിടെ കുടുംബ ജീവിതക്കാരുടെ, വിവാഹിതരാകേണ്ടവരുടെ ഒരു ജീവിതാവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെ നല്ല നിലയിൽ എത്തിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വിവാഹമെന്ന കുദാശയിൽ പുരോഹിതനാൽ നിത്യപുരോഹിതനായി ഈശോ നൽകിയ അഭിഷേകം മക്കളുടെ കാര്യത്തിൽ നിറവേറട്ടെ. എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കുടുംബജീവിതക്കാർക്ക് വേണ്ടി അച്ഛനെ ഏൽപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ കുടുംബജീവിതക്കാർക്ക് വേണ്ടി, വിവാഹിതരാകേണ്ടവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നേർച്ചകൾ കഴിഞ്ഞിട്ടും എന്നിട്ട് നടക്കുന്നില്ല. ദിവ്യകാരുണ്യം ശക്തമാണ്. നമ്മൾ ഒന്നു ചേർന്ന് കുമ്പസാരിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തതിന് ശേഷം കുമ്പസാരിക്കുകയും ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പുരോഹിതനോട് ചേർന്ന് സഭയോട് ചേർന്ന് ഒന്ന് അനുഗ്രഹിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടിയ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവിനോട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ
രാജ്ഞികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സമുദ്രത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാരുടെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആശ്രയമേ എന്റെ ആത്മീയ സാന്ത്വനമേ, വഴിതെറ്റി അലയുമ്പോ വഴിയാമീശോയും എന്നെ ചേർക്കണമേ, എന്നെ ചേർക്കണമേ. അമ്മേ ആശ്രയമേ എന്റെ ആത്മീയ സാന്ത്വനമേ, വഴിതെറ്റി അലയുമ്പോ വഴിയാമീശോയും എന്നെ ചേർക്കണമേ, എന്നെ ചേർക്കണമേ. ദിവ്യരഹസ്യം. ഈശോ മലയിൽ പ്രസംഗിക്കുന്നു, പാപമോചനം പ്രഖ്യാപിക്കുന്നു, സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ ഇന്ന് വചനം പറയുമ്പോൾ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടട്ടെ. വചനപ്രഘോഷണത്തിന് വേണ്ടതായ അഭിഷേക വചന പ്രഘോഷണം നടത്തുന്ന പുരോഹിതന് ലഭിക്കട്ടെ. വലിയൊരു അഭിഷേകത്താൽ ഇവിടെ നിറയപ്പെടട്ടെ. ജപമാല ചെല്ലുന്നതും ഒരു വചനപ്രഘോഷണം തന്നെ. അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതും ഇവിടെ വന്നിരിക്കുന്നവർ വിശദീകരിക്കപ്പെടട്ടെ. ഇവിടെ വന്നിരിക്കുന്നവർ ഈ വചന പ്രഘോഷണത്തിലൂടെ കുർബാനയുടെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ ഇവിടെ വന്നിരിക്കുന്നവരുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടട്ടെ. ഇവിടെ വന്നിരിക്കുന്ന കുടുംബ ജീവിതക്കാരുടെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മക്കളും മരുമക്കളും തലമുറകൾ ശുദ്ധീകരണത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, തലമുറകളിലുള്ളതായ മരിച്ചുപോയ കഴിഞ്ഞ തലമുറകളിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത്, ആരാധനയുടെ സമയത്ത്, സ്തുതിപ്പിന്റെ സമയത്ത് എല്ലാ കല്ലറകളും പിളരട്ടെ, എല്ലാ കല്ലറകളും പിളരട്ടെ. എല്ലാവരും സ്വർഗത്തിലേക്ക് അനയിക്കപ്പെട്ടതായ സ്വർഗത്തിലേക്ക് ദൈവം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൂടെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കപ്പെടട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്കത് പ്രാർത്ഥിക്കാം. പാപത്തിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നുവെങ്കിൽ അവരുടെ പാപത്തിന് മാപ്പ് കൊടുക്കണമേ എന്നും, ഇന്ന് ദുശീലങ്ങളിലോ ബന്ധനത്തിലോ ജീവിക്കുന്നവര്, മദ്യപാനത്തിലോ ജഡികതയിലോ തെറ്റായ ബന്ധങ്ങളിലോ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തതയിലോ ഏതെങ്കിലും സമർപ്പണ ജീവിതത്തിൽ അവിശ്വസ്തതയിലോ എവിടെയെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ കർത്താവെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നായിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരട്ടെ. അതിന് നൽകുന്ന കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് അനുഭവപ്പെടട്ടെ. വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന നടത്തുവാനും കുർബാനയിൽ സംബന്ധിക്കുവാനും ഞായറാഴ്ച കടമുള്ള ദിവസം അതിൽ ശുദ്ധമായി ആചരിക്കുവാനുമുള്ളതായ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുവാനും ഇടയാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ദൈവത്തിനെ അരൂരുടെ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതിക്കാം, കൈകൾ കൊട്ടി സ്തുതിക്കാം, ദാവീദ് സ്തുതിച്ചപ്പോൾ സ്തുതിക്കാം, ആനന്ദ നൃത്തമാടി സ്തുതിക്കാം. സന്തോഷത്തോടെ സ്തുതിക്കാം, കൈകൾ കൊട്ടി സ്തുതിക്കാം, ദാവീദ് സ്തുതിച്ചപ്പോൾ സ്തുതിക്കാം, ആനന്ദ നൃത്തമാടി സ്തുതിക്കാം. സ്തുതിക്കുമ്പോൾ രോഗം മാറുന്നു, സ്തുതിക്കുമ്പോൾ ക്ഷീണം
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. രാജ്യങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ദേവന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപക്കുഴിയിൽ നിന്നെന്നെ ഉയർത്തുവാൻ പുത്രനെ ഹോമിച്ച സ്നേഹാംബികേ, പാപക്കുഴിയിൽ നിന്നെന്നെ ഉയർത്തുവാൻ പുത്രനെ ഹോമിച്ച സ്നേഹാംബികേ, നീറിപ്പുകയും നിൻ വിമല ഹൃദയത്തിൽ ഇത്തിരീടം നൽകി കാക്കേണമേ, നീറിപ്പുകയും നിൻ വിമല ഹൃദയത്തിൽ ഇത്തിരീടം നൽകി കാക്കേണമേ. ആവേ മരിയ, ആവേ മരിയ.